ആണെങ്കിൽ റിസൾട്ടന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാരലോഗ്രാം ലോ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അതേസമയം 2 or more ഫോഴ്സസ് വന്നാൽ 2 എബോവ്, അതായത് ഗ്രേറ്റർ ദാൻ 2 ഫോഴ്സസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ലോ യൂസ് ചെയ്യേണ്ടത്? മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ, അതായത് സിഗ്മ എഫ് എക്സ് സിഗ്മ എഫ് ഐ ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തില്ലേ നമ്മൾ ലാസ്റ്റ് ചെയ്തത് അത്. ഇനി അതേസമയം നമുക്ക് 3 ഫോഴ്സസ് തന്നു, ഐ മീൻ ഒരു ഫോഴ്സും ബാക്കിയുള്ള ആംഗിളും തന്നിട്ട് ബാക്കി 2 ഫോഴ്സസ് നമുക്ക് അൺനോൺ ഫോഴ്സസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാം? അവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ലാമീസ് തിയറം. അവിടെ യൂസ് ചെയ്യുന്ന തിയറാണ് ലാമീസ് തിയറം. ഓക്കെ, അൺനോൺ ആയിട്ടുള്ള ഫോഴ്സസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാമീസ് തിയറം മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഗ്രേറ്റർ ദാൻ 2 ഫോഴ്സസ് വന്നാൽ റിസൾട്ടന്റ് നമ്മൾ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ വെച്ച് ചെയ്യും. അല്ലാണ്ട് 2 ഫോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ പാരലോഗ്രാം ലോ യൂസ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക നമ്മൾ ഏതൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റിസൾട്ടന്റ് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അപ്പൊ തന്നെ നിങ്ങൾ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി അൺനോൺസ് ആയിട്ട്, അതായത് അൺനോൺ ഫോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ 3 ഫോഴ്സ് ആണെങ്കിൽ ലാമീസ് വെച്ച് ചെയ്യാം. അല്ലാത്ത കേസ് നമുക്ക് വരുന്നുണ്ട്, അതിപ്പം നിങ്ങൾ നോക്കണ്ട, ഇപ്പം നിങ്ങൾക്ക് ഇല്ല. ഇനി അടുത്ത ചാപ്റ്ററിലൊക്കെ വരുന്ന സമയത്ത്, അടുത്ത മൊഡ്യൂളിലൊക്കെ വരുന്ന സമയത്ത് നമുക്കത് പഠിക്കാൻ പറ്റും. ഇക്വിലിബ്രിയം കണ്ടീഷൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എന്നൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതിപ്പോ ഇല്ല, നമുക്ക് നോക്കാം, അത് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ ഇത്രയും മാത്രം കരുതുക. ഓക്കെ, അൺനോൺ ഫോഴ്സസ് വന്നിട്ടുണ്ടെങ്കിൽ 3 ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിൽ അൺനോൺ ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ലാമീസ് ചെയ്യണം. ബാക്കി റിസൾട്ടന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ 2 തിയറംസ് ആണ്, പാരലോഗ്രാമും മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ. ഓക്കെ ആണല്ലോ? ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഈ പ്രോബ്ലം ചെയ്യുന്നത് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? So next question, a steel ball rests in groove. A steel ball rests in groove, the sides of which are smooth. The sides of which are smooth. One side of the groove is vertical. One side of the groove is vertical, while the other side is at 40 degrees to the horizontal. 40 degree to the horizontal. 40 degree to the horizontal. If the ball has a weight of 10 Newton, find the reaction on each wall of the groove. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റീൽ ബോൾ ഉണ്ട്. ആ സ്റ്റീൽ ബോൾ ഒരു ഗ്രൂവിന്റെ ഇടയിൽ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ അതിന്റെ ഒരു സൈഡ് രണ്ട് സൈഡ്സ് ആണെങ്കിൽ സ്മൂത്ത് ആണെന്ന് പറയുന്നത്, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്ന പ്രോബ്ലംസ് എന്ന് വെച്ചാൽ അടുത്ത മൊഡ്യൂൾസിലൊക്കെ പഠിക്കാനുണ്ട് ഫ്രിക്ഷന്റെ കേസസ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ സ്മൂത്ത് ആണ്. ദെൻ വൺ സൈഡ് ഓഫ് ദി ഗ്രൂവ്, ഈ ഗ്രൂവിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആണ്, അതായത് നമ്മൾ ഹൊറിസോണ്ടൽ സർഫസ് നോക്കുകയാണെങ്കിൽ 90 ഡിഗ്രി ആണ് കിടക്കുന്നത്. ഒരെണ്ണം വെർട്ടിക്കൽ ആണ്. മറ്റേ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു 40 ഡിഗ്രി ആംഗിൾ സബ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദി ബോൾ ഹാസ് എ വെയിറ്റ് ഓഫ് 10 ന്യൂട്ടൺ, ഫൈൻഡ് ദി റിയാക്ഷൻ ഓൺ ഈച്ച് വാൾ ഓഫ് ദി ഗ്രൂവ് ആണ്. ഈ ഒരു ബോളിന്റെ വെയിറ്റ് 10 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. നമ്മളെടുത്ത് റിയാക്ഷൻസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സർഫസിൽ ഉണ്ടാവുന്ന റിയാക്ഷൻ, ഒരെണ്ണം
ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരെണ്ണം ഒരു 40 ഡിഗ്രി ആംഗിളിൽ കിടക്കുന്ന സർഫസിന് നോർമൽ ആയിട്ടാണ് മറ്റേ റിയാക്ഷൻ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പേര് കൊടുക്കാം. ഇപ്പൊ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് എ, അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് ബിയും നമുക്ക് സെന്റർ ആയിട്ട് സി എന്ന് ഓർത്തിടുവാണെങ്കിൽ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ആർ എ ആണ്, അതുപോലെ തന്നെ ഇത് ആർ ബി ആണ്. സോ നെക്സ്റ്റ് എന്തിനി വരക്കേണ്ടത്, നെക്സ്റ്റ് എന്തിനി ചെയ്യേണ്ടത് നമ്മള്, നെക്സ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രാം, FBD എന്ന് ഓർത്ത് കൊടുത്താൽ മതി. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ ഒരു ബോഡി വരയ്ക്കുക, അതിന്റെ വെയിറ്റ് കാണിക്കുക. വെയിറ്റ് എന്ന് വെച്ചാൽ താഴത്തേക്ക് ഇങ്ങനെ കാണിക്കുക. ഓക്കെ, ദിസ് ഇസ് 10 ന്യൂട്ടൺ. ദെൻ ദിസ് ഇസ് RA and this is RB. ഓക്കെ, ഇനി ഈ ആംഗിൾ എത്രയായിരിക്കും, ഈ ആംഗിൾ സ്മോൾ ആംഗിൾ എത്രയായിരിക്കും, ഞാൻ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ എത്രയാ, 40 ഡിഗ്രി. ഓക്കെ, അത് നിങ്ങൾ ഇനി പ്രൂവ് ചെയ്യാൻ നിൽക്കേണ്ടത് അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് 40 ഡിഗ്രിയാണ് വരിക. 40 ഡിഗ്രി എത്രയാണോ ആ സർഫസുമായിട്ട്, ഐ മീൻ ഹൊറിസോണ്ടൽ സർഫസുമായിട്ട് ആ സർഫസ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് അത്ര ആംഗിൾ തന്നെയായിരിക്കും അവിടെയും വരിക. ഓക്കെ, സോ ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് RA ആൻഡ് RB ആണ്. എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും, എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? രണ്ട് മെത്തേഡ് നോക്കി, ലാമിസ് തിയറി യൂസ് ചെയ്ത് ചെയ്യാട്ടോ. ഇത് ലാമിസ്, ബിക്കോസ് എന്താണ് 3 ഫോഴ്സസേ ഉള്ളൂ, അത് വെച്ച് ചെയ്യാം. ലാമിസ് തിയറം വെച്ച് ചെയ്യാം. എന്ത് വരും, 10 ഡിവൈഡഡ് ബൈ ഇതെത്രയാണ് 90 അല്ലേ, 10 ഡിവൈഡഡ് ബൈ സൈൻ 90 പ്ലസ് 40 സൈൻ 130 ഈക്വൽ ടു RA ഡിവൈഡഡ് ബൈ എന്ത് വരും, ബാക്കിയുള്ള ഈ ഒരു ആംഗിൾ. ഇത് 90 ആണ്, ഇത് ബാക്കി 50 ആണ് വരിക, സൈൻ 140 ഈക്വൽ ടു RB ഡിവൈഡഡ് ബൈ സൈൻ 90 വരും. ഓക്കെ, ഇങ്ങനെ വെച്ച് ചെയ്യാം. ഓക്കെ, അതൊന്ന് ആ ഒരു മെത്തേഡ് നോക്കുക. ഇനി നമുക്ക് നമ്മുടെ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ. ഓക്കെ, നമുക്ക് മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു സിഗ്മ FXഉം സിഗ്മ FY ആണ് നമ്മൾ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമുക്കൊരു ഇക്വേഷൻ ആയിട്ടാണ് അവിടെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അൺനോൺ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? അപ്പൊ നിങ്ങൾ നോക്കി ക്വസ്റ്റ്യനിൽ റെസ്റ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നുണ്ട്. സോ റെസ്റ്റിംഗ് കണ്ടീഷന്റെ അർത്ഥം എന്താണോ, ടോട്ടൽ ഫോഴ്സസ് എന്തായിരിക്കും, ഇക്വിലിബ്രിയം കണ്ടീഷനിലായിരിക്കും അല്ലെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ, എല്ലാ ഫോഴ്സസും ഇക്വിലിബ്രിയം കണ്ടീഷനിലായിരിക്കും. ഈ ഒരു ടോട്ടൽ, അതായത് ഈ 10 ന്യൂട്ടണും അതുപോലെ RB RA ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ടോട്ടൽ അവിടെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റിസൾട്ടന്റ് ഫോഴ്സ് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെ റെസ്റ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ അവിടെ നമ്മൾ ഫോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവസാനം എന്തായിരിക്കും കിട്ടുക, ടോട്ടൽ അവിടെ എഫക്ട് ഓഫ് ഫോഴ്സ് 0 ആണ്, അതായത് റിസൾട്ടന്റ് 0 ആണ്. ഈ റിസൾട്ടന്റ് 0 ആണെങ്കിൽ സിഗ്മ FX സിഗ്മ FY എന്തായിരിക്കണം, റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്താണോ, റൂട്ട് ഓഫ് സിഗ്മ FX സ്ക്വയർ പ്ലസ് സിഗ്മ FY സ്ക്വയർ അല്ലേ. സോ അത് രണ്ടും, അതായത് R0 ആണെങ്കിൽ സിഗ്മ FX സിഗ്മ FY കംപ്ലീറ്റ്ലി എന്തായിരിക്കണം, 0 ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ടന്റ് 0 കിട്ടത്തുള്ളൂ. സോ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, മെത്തേഡ് ഓഫ് പ്രൊജക്ഷനിൽ ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ റെസ്റ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എന്ത് വരും, സിഗ്മ FX ഈക്വൽ ടു 0, അതുപോലെ തന്നെ സിഗ്മ FY ഈക്വൽ ടു 0. ഓക്കെ, റെസ്റ്റിംഗ് കണ്ടീഷനിലാണെങ്കിലുള്ള കേസാണ്. ഓക്കെ, സോ അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യാം, ഇതിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. സിഗ്മ FX എന്നുള്ള ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ, കോമ്പണൻസ് കണ്ടുപിടിച്ചിട്ട് സിഗ്മ FX എന്നുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ സിഗ്മ FY എന്ന് പറയുന്നത് y കോമ്പണൻസ് ആഡ് ചെയ്തിട്ട് അതിന്റെ ഇക്വേഷൻ എഴുതാം. അത് ഈക്വൽ ടു 0 കൊടുത്തു നോക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യാം.
നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ വെച്ചിട്ടുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. ലാമീസ് അല്ല, മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ പറഞ്ഞേ, ഒന്ന് ഫോഴ്സസ് ഒന്ന് റിസോൾവ് ചെയ്തേ, സ്വന്തമായിട്ടൊന്ന് റിസോൾവ് ചെയ്തേ. ഞാനത് കംപ്ലീറ്റ്ലി മായ്ക്കാൻ പോവാണേ. ഇതായിരുന്നു നമ്മുടെ ബോൾ എന്ന് പറയുന്നത്. ഇതാണ് 10 ന്യൂട്ടൺ. ഇത് കിടക്കുന്നത് 40 ഡിഗ്രി. ഇത് ഐ തിങ്ക് ഇത് RC അല്ലേ ഞാൻ എടുത്തത്. ഓക്കെ, ഇത് RA അല്ലേ എന്ന് പറഞ്ഞേ. ഫസ്റ്റ് തന്നെ സിഗ്മ എഫ്എക്സ് ഈക്വൽ ടു 0 അല്ലേ. സിഗ്മ എഫ്എക്സ് ഈക്വൽ ടു 0, അതുപോലെ സിഗ്മ FI ഈക്വൽ ടു 0. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കോമ്പണൻസ് ഒന്ന് ആക്കി മാറ്റി, അത് വേണം നിങ്ങൾ സൈഡിലേക്കായിട്ട് ചെയ്താൽ മതി. കോമ്പണൻസ് ആക്കുമ്പോൾ RA എന്ന് പറയുന്നത് എന്താണ്? RA ഇനി കോമ്പണന്റ് ആക്കേണ്ട ആവശ്യമുണ്ടോ? ഓൾറെഡി അത് Y കോമ്പണന്റിലല്ലേ കിടക്കുന്നത്, Y ആക്സിസിലല്ലേ കിടക്കുന്നത്. സോ ഇതിനാക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത RC ആണ് ആംഗിൾ സബ്റ്റൻഡ് ചെയ്ത് കിടക്കുന്നത്, അതിന് മാത്രം ആക്കേണ്ട ആവശ്യമുള്ളൂ. സോ അത് എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ്. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതെന്താ വരിക? RC മുകളിലേക്ക് തന്നെയാണ് വരിക. ഇത് X കോമ്പണന്റ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ് വരിക. ഇത് RC എന്താ വരിക? RC Y കോമ്പണന്റ് എന്താ വരിക? RC അടുത്താണ് കിടക്കുന്നത്. RC cos 40. X കോമ്പണന്റ് ആണെങ്കിൽ sin 40. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ വരിക? ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? സിഗ്മ എഫ്എക്സ് ഈക്വൽ ടു 0, ദാറ്റ് ഇസ് ഈക്വൽ ടു X കോമ്പണൻസ് ഇട്ട് ഏതൊക്കെ വന്നു? ഓൺലി എന്താ വന്നത്? RC sin 40. RC sin 40 അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാ? റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ്. സോ ദാറ്റ് ഇസ് പോസിറ്റീവ്. പിന്നെ ഇനി ഏതാ ഓൾറെഡി കിടക്കുന്നത്? RA ഉണ്ടല്ലേ, RA X ആക്സിലാണ് അത് കിടക്കുന്നത്, ബട്ട് അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ്. സോ ദാറ്റ് ഇസ് മൈനസ് ആണ് വരിക RA. സോ നമുക്ക് ഇക്വേഷൻ എന്തായിട്ട് വന്നു? ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതുകയാണ്. അതായത് RC sin 40 അങ്ങനെ കോമ്പണന്റ് ആക്കാവോ? ഇങ്ങനെ ഇതുപോലെ ഇത് ഫോഴ്സ് അങ്ങോട്ടേക്കല്ലേ പോന്നെ? എങ്ങോട്ടേക്ക്? മേലോട്ടേക്കല്ലേ RC പോന്നെ? RC മുകളിലേക്ക്. അതെ. അപ്പൊ അവിടുന്ന് കോമ്പണന്റ് ആക്കാൻ പറ്റൂലല്ലോ, ഒറിജിൻ തന്നെ കോമ്പണന്റ് ആക്കണ്ടേ? ഇതല്ലേ അതിന്റെ ലൈൻ ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇതല്ലേ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. എനിക്ക് RCനെ പിടിച്ച് മുകളിലേക്ക് ആക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അതിനെ ഞാൻ ഇതാ മുകളിലേക്ക് പിടിച്ച് നീക്കി. ഇതന്നെയല്ലേ RC വരിക. ഇതിന്റെ കോമ്പണന്റ് എന്താ വരിക? സെയിം തന്നെയല്ലേ ഞാൻ ഇവിടെയും വരച്ചത്. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എബോവ്. കറക്റ്റ് തന്നെയല്ലേ? റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എബോവ്. കറക്റ്റ് അല്ലേ? അങ്ങനെയും ചെയ്യാം. അതിനിപ്പോ ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയുള്ള സാധനത്തിന് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള സാധനത്തിന് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെ ആക്കിയിട്ട് കോമ്പണന്റ് ആക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതിനെ മുകളിലേക്ക് പിടിച്ചിട്ട് ലൈൻ ഓഫ് ട്രാൻസ്മിഷനിലേക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ ആക്കിയിട്ടും കോമ്പണന്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ ഇതിങ്ങനെ ചെയ്തിട്ട്? അല്ലെ പിന്നെ ഇങ്ങനെ നീക്കി വെച്ചാൽ മതി. അതിനെ ഈ ഒരു ലൈൻ ഓഫ് ആക്ഷനിലേക്ക് മൂവ് ചെയ്യിച്ചാലും മതി. അങ്ങനെയും ചെയ്യാം. ഓക്കെ, അത് കൺഫ്യൂഷൻ ആവില്ലേ? രണ്ട് ചെയ്താലും സെയിം ആണ് കേട്ടോ കിട്ടുക. ഓക്കെ, ഓക്കെ, ഇത്ര വരെ മനസ്സിലായില്ലേ? RC sin 40 മൈനസ് RA ഈക്വൽ ടു എന്ത് വരും? ഈക്വൽ ടു 0. സോ അങ്ങനെയാണെങ്കിൽ RA ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? RAനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പം RA ഈക്വൽ ടു RC sin 40. This is the first equation. So put this equation is 1. Equation number 1. Then അടുത്തതോ സിഗ്മ FY. സിഗ്മ FY ഈക്വൽ ടു 0. ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ FYന്റെ കേസിൽ ഏതൊക്കെയാണ് വരുന്നത്? 10 ന്യൂട്ടൺ ഡൗൺവേർഡും
ആർ സി കോസ് 40 അപ്വേർഡ് ഡിറക്ഷനിലേക്കും അല്ലെ. അപ്പം ആർ സി കോസ് 40 എന്നുള്ളത് പോസിറ്റീവ് ആണ് വരിക. ദെൻ -10 ആണ് വരിക, ബിക്കോസ് 10 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ്. സോ അത് നെഗറ്റീവ് വന്നു. ഈക്വൽ ടു 0 അല്ലെ, ഇനി ഈക്വൽ ടു 0 ഓൾറെഡി ഉണ്ട്. സോ ഇതിനെങ്ങനെ നമുക്ക് മാറ്റാം? ആർ സി കോസ് 40 ഈക്വൽ ടു 10 എന്നാക്കിക്കൂടെ? ആ ഈക്വലിന്റെ സൈഡിലേക്ക് 10 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നതിൽ എന്ത് സംഭവിക്കും? -10 എന്നുള്ളത് പോസിറ്റീവ് ആവും. കോസ് 40ന്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഹെൻസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ആർ സി. ആർ സിയുടെ വാല്യൂ എത്രയാണ്? ആർ സിന്റെ വാല്യൂ ഇവിടെ ഒന്ന് പെട്ടെന്ന് പറയോ, ടൈം കഴിഞ്ഞു അതുകൊണ്ടാ. ആർ സി ഈക്വൽ ടു 10 divided by cos 40. 13.05. 13.05 ന്യൂട്ടൺ വരും. എന്നിട്ട് ഈ ഒരു വാല്യൂ എന്ത് ചെയ്യാം? നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആറിന്റെ വാല്യൂ കിട്ടും. ആർ സിന്റെ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 13.05 ഇൻറ്റു സൈൻ 40 വരും. എത്ര ആൻസർ? പെട്ടെന്നൊന്ന് ചെയ്ത് പറഞ്ഞേ. -8.38 ന്യൂട്ടൺ. ഓക്കെ. സോ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ലാമീസ് തിയറം വെച്ച് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഇതന്നെയാണോ ആൻസർ കിട്ടുന്നത് നോക്കാം. എല്ലാം ബാലൻസ്ഡ് കണ്ടീഷനാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും നമ്മൾ കഴിഞ്ഞ ചെയ്ത പ്രോബ്ലത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ടേന്ന്. അത് ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെങ്കിൽ അതിലും ചെയ്യാം. ഇക്വിലിബ്രിയം ആണെങ്കിൽ നമുക്ക് അതിൽ ചെയ്യാം. സിഗ്മ എഫ് എക്സ് സിഗ്മ എഫ് വൈ. റിസൾട്ടന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കണ്ടീഷൻ ആണെങ്കിൽ റിസൾട്ടന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിലിപ്പോ നമ്മൾ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ബോൾ തങ്ങിക്കിടക്കുമ്പോൾ അവിടെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് 0 ആണ് കിട്ടേണ്ടത്. നമ്മൾ റിസൾട്ടന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടാണ്. ഓക്കെ, ആ ഒരു കണ്ടീഷൻ നോക്കുക. ബോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ റെസ്റ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ അവിടെ റിസൾട്ടന്റ് ഉണ്ടാവില്ല. റിസൾട്ടന്റ് ഈക്വൽ ടു 0 ആണ്. അത് ഞാൻ ചുമ്മാ ഇങ്ങനെ നിങ്ങൾക്ക് റിസൾട്ടന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ തന്നതാണ്. ആ ഒരു കണ്ടീഷൻ ശരിക്കും പറഞ്ഞാൽ അത് റെസ്റ്റിംഗ് കണ്ടീഷൻ ആണ് കേട്ടോ വരിക. റിസൾട്ടന്റ് അവിടെ ഉണ്ടാവില്ല. അല്ലാത്ത ബീമിന്റെ ഒക്കെ കേസിലാണ് നമുക്ക് റിസൾട്ടന്റ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരിക. അതിന്റെ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഇനി അടുത്ത മൊഡ്യൂളിൽ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാ വരുന്നതെന്നുള്ളത്. ഇത്തരത്തിലുള്ള കണ്ടീഷനിലൊക്കെ ബോളൊക്കെ ആണെങ്കിൽ അത് റെസ്റ്റിംഗ് കണ്ടീഷൻ തന്നെയാണ് വരിക. ജസ്റ്റ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം റിസൾട്ടന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യിപ്പിച്ചാണ് നേരത്തെ ക്വസ്റ്റ്യനിൽ. ശരിക്കും അത് റെസ്റ്റിംഗ് കണ്ടീഷൻ തന്നെയാണ് വരിക. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതും ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. റെസ്റ്റിംഗ് ആണെന്നുള്ള കണ്ടീഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ സെയിം വാല്യൂസ് കിട്ടുന്നുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് 6th hour ആണ്. 6th hour കൂടി ഉണ്ട്. അതിന് 2 മണിക്കാണ്. 2 മണിയാകുമ്പോഴേക്കും നിങ്ങൾ വരിക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് എടുക്കട്ടെ. ഓക്കെ, താങ്ക് യു.